കാശിമേളയിലെ ടാസ്കിൽ ഏറ്റവും ലാസ്റ്റ് ബോൾ എറിഞ്ഞത് അനിമോളാണ്. അനിമോൾക്ക് 5000 രൂപയാണ് സ്വന്തമാക്കാൻ പറ്റിയത്. ബിഗ് ബോസ് വിളിച്ച് പറയുന്നു. പണക്കാറ്റ് എന്ന ഒന്നാം ടാസ്കിൽ 50,000 രൂപയിൽ 25,000 രൂപയും 10,000 രൂപ അക്ബറും 10,000 രൂപ ഷാനവാസും 5,000 രൂപ അനിമോളും, അങ്ങനെ 25,000 രൂപ സ്വന്തമാക്കിയിരിക്കുന്നു. ഇനി 25,000 രൂപയാണ് ഉള്ളത്. ഈ ടാസ്ക് അവസാനിച്ച് എല്ലാവർക്കും പിരിഞ്ഞു പോകാമെന്ന് പറയുന്നത്. അങ്ങനെ അനിമോള് ഇറങ്ങുമ്പം അനീഷ് അനിമോൾക്ക് ഷേക്ക് കൊടുക്കുന്ന കൺഗ്രാജുലേഷൻ പറയുന്നു. അനിമോൾ ആക്ടിവിറ്റി റൂമിൽ നിന്ന് ഇറങ്ങിയതും ആദില അനിമോളുടെ പിന്നാലെ വരുവാണ്. അനിമോളെ കൺഗ്രാജുലേഷൻ. അനിമോൾ പറഞ്ഞു പറ്റില്ല, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. വീണ്ടും കൺഗ്രാസ് എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ അനിമോള് കളിക്കരുതെന്ന് പറയും. നിങ്ങൾക്ക് കളിക്കാനുള്ള പാവയല്ല ഞാനെന്ന് പറയുന്നു. അപ്പോൾ ആദില കൈ കയറി പിടിക്കുന്നു. കൈ വിടെന്ന് പറഞ്ഞ് അനിമോൾ തട്ടി മാറ്റുന്നു. അപ്പോൾ അനിമോളുടെ കാല് തൊട്ട് തൊഴുന്നു ആദില. അനിമോൾ കാല് മാറ്റുന്നു. എന്നിട്ട് അനിമോൾ അങ്ങോട്ട് നടക്കുമ്പോൾ ആദില അനിമോളുടെ പുറകെ നടക്കുകയാണ്. അനിമോൾ തിരിഞ്ഞ് നടക്കുമ്പോൾ അനിമോളുടെ പുറകെ വീണ്ടും ആദില നടക്കുകയാണ്. നീ കൈ തന്നിട്ട് പോന്നു. അനിമോൾ പറഞ്ഞു താല്പര്യമില്ല, ഞാൻ നിൻ്റെയൊക്കെ പാവയല്ല, നിൻ്റെയൊക്കെ വായിന്ന് വരുന്നത് കേൾക്കാണ്ട് ആരും എനിക്കില്ല. നിൻ്റെയൊക്കെ ഉള്ളിലിരിപ്പ് ഇപ്പം എന്തുവാണെന്ന് എനിക്ക് മനസ്സിലായെന്ന് ആദില പറയുന്നത്. ഇത്ര നാൾ കൂടെ നിന്ന് എന്തിനാണെന്നൊക്കെ എനിക്കിപ്പോൾ മനസ്സിലായെന്ന് അനിമോൾ പറയുന്നു. എന്നിട്ട് അനിമോൾ നേരെ ബാത്റൂമിലോട്ട് പോവുക. എന്തിനാണ് നിൻ്റെ കൂടെ നിന്നതെന്നാണ് നീ പറയുന്നതെന്ന് ചോദിച്ചു ആദില പിന്നാലെ വന്നത്. പറയടി, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്താണെന്നൊന്ന് അനിമോളോട് പറയുന്നു. അനിമോൾ പറഞ്ഞു എനിക്കൊരു ധൈര്യം ഇല്ലെന്ന്. അന്നേരം പറയുന്നു ഒളിച്ചോട്ടക്കാരി തിരിച്ച് കക്കൂസി കയറി ഇരുന്ന് ഒളിക്കാതെന്ന്. അന്നേരം അനിമോൾ പറഞ്ഞു എനിക്ക് ഒളിച്ചോടി ശീലമില്ലെന്ന്. അപ്പോൾ പിന്നെ എനിക്കാണോ ഒളിച്ചോടി ശീലം എന്ന് ചോദിക്കുന്നു. അപ്പോൾ എനിക്കാണോ ശീലം? എനിക്ക് ഒളിച്ചോടി ശീലമില്ലെന്ന് ആദില പറയുന്നു. ഒളിച്ചോട്ടക്കാരി കക്കൂസി കയറി ഒളിച്ചെന്ന് നൂറ എടുത്ത് പറയുന്നു. എന്നിട്ട് നൂറ എടുത്ത് പറയുന്നു ഇത്ര നാൾ കൂടെ ഇനി എന്തിനാണെന്ന് അറിയാമെന്ന്. അത് ഞാനൊന്ന് ചോദിക്കട്ടെ, അത് അറിഞ്ഞിട്ട് വേണം ഇനി ബാക്കി പറയണോ പറയണ്ടെന്ന് ആലോചിക്കാനെന്ന് പറയുന്നു. അപ്പോൾ ചോദിക്കാൻ പറയുന്നു. അനിമോൾ മൈൻഡ് ചെയ്യാതെ റൂമിനകത്ത് കയറി അനിമോളുടെ തുണികളൊക്കെ മടക്കി വയ്ക്കുന്നു. അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരാം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.